അല്ല വേണു, ഇന്നത്തെ മന്ത്രിസഭയുടെ തീരുമാനം അത്ഭുതകരമൊന്നുമല്ല. കാരണം ഇത് ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന പാലന ചുമതലയുള്ള ആ പോർട്ട്ഫോളിയോയിൽ നിന്ന് മാറ്റിയപ്പോൾ എന്തിൻ്റെ പേരിലാണ് മാറ്റിയത് എന്ന് പറഞ്ഞില്ല. അത് പറഞ്ഞില്ല. കാരണം MV ഗോവിന്ദൻ എന്ന് പറയുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയും തൃശ്ശൂർ മത്സരിച്ച CPI-യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുനിൽകുമാർ അടക്കം കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും MR അജിത് കുമാറിൻ്റെ മുൻകാല ചെയ്തികളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഒരുപാട് വട്ടം കൂട്ടിപ്പിടിച്ചിട്ട് ഒരുപാട് ദിവസം കൂട്ടിപ്പിടിച്ചതിന് ശേഷം ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തിൻ്റെ ആ ക്രമസമാധാന പാലന ചുമതലയിലുള്ള ആ പോർട്ട്ഫോളിയോയിൽ നിന്ന് മാറ്റിയപ്പോൾ എന്തിനാണ് അങ്ങനെ മാറ്റിയതെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ 3 അന്വേഷണങ്ങൾ നടക്കുന്നു. ആ അന്വേഷണത്തിന് ക്വിക്ക് വെരിഫിക്കേഷനോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അതായത് അദ്ദേഹത്തിന് സൗകര്യപ്രദമായ രീതിയിൽ അദ്ദേഹത്തിന് ഒന്ന് കുറേ കാലം ഇരുന്നത് കൊണ്ട് ഒരു അസ്വസ്ഥത ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ കസേരയൊന്ന് മാറ്റി കൊടുത്തു, ഒന്ന് എഴുന്നേറ്റ് നടുനിവർത്തി വീണ്ടും വന്നിരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് മാത്രം കണ്ടാൽ മതി. ഇത് അദ്ദേഹത്തെ DGP ആയിട്ട് വാഴിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഈ നരേന്ദ്രമോദി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും കേരളത്തിലെ പിണറായി സർക്കാരും തമ്മിലുള്ള ഒരു പാലമാക്കാൻ നേരത്തെ ബെഹ്റയെ നിയമിച്ചതുപോലെ തന്നെയാണ് MR അജിത് കുമാറിനെ DGP സ്ഥാനത്തേക്ക് കൊണ്ടുവരും. അതിലൊരു തർക്കവും വേണ്ട. നമ്മളത് കാത്തിരുന്ന് കാണേണ്ടത് മാത്രമേ ഉള്ളൂ. കാരണം പിണറായി വിജയന്റെ ആവശ്യമാണ് MR അജിത് കുമാറിനെ സംരക്ഷിക്കേണ്ടത്. അദ്ദേഹത്തിനെതിരെ പൂരം കലക്കി എന്നുള്ള ആക്ഷേപം ഉണ്ടായാലോ, അദ്ദേഹം RSSന്റെ നേതാക്കന്മാരെ 10 ദിവസത്തെ ഇടവേളയിൽ കണ്ടു എന്നുള്ള ആക്ഷേപം ഉണ്ടായാലോ, അദ്ദേഹത്തിനെതിരെ സ്വർണം പൊട്ടിക്കലിന്റെ ആക്ഷേപം ഉണ്ടായാലോ, മാമി തിരോധന കേസ് ഉൾപ്പെടെ കൊലപാതക കേസ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉണ്ടായാലോ, ഇതൊന്നും ബാധിക്കുന്നതല്ല. അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം ഉണ്ടായാലോ, ഇതൊന്നും അദ്ദേഹത്തിന് ബാധിക്കില്ല. അദ്ദേഹത്തിന്റെ യൂണിഫോമിൽ തൊടില്ല എന്നുള്ളതിന്റെ മറ്റൊരു ദൃഷ്ടാന്തമാണ് ഈ ശുപാർശ. ഇതിനൊക്കെ സാങ്കേതികത്വം എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് കുറെ ഓമന പേരിട്ട് വിളിക്കാമെങ്കിലും MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തിരക്ക് കൂട്ടുന്ന ആളുകളാണ് ഈ പറഞ്ഞ മന്ത്രിസഭയിലുള്ളത്. ഇവർ ഇടത് മന്ത്രിസഭയല്ല, ഇവർ നരേന്ദ്രമോദിയുടെ ഇടത് കക്ഷത്തിൽ തലവെച്ചിരിക്കുന്ന പിണറായി വിജയന്റെ മന്ത്രിസഭയാണ്. ഇതൊരു ഇടതുപക്ഷ സർക്കാരുമല്ല. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 8.5 വർഷത്തിനുള്ളിൽ നടന്നിട്ടുള്ള ഓരോ പരിപാടികൾ നോക്കൂ. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിന്റെ നയപരിപാടികൾ നോക്കൂ. കേരളത്തിൽ നിരന്തരം തീവ്ര വലതുപക്ഷ നിലപാടാണ് കേരളത്തിന്റെ പോലീസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് CAA സമരമായിക്കോട്ടെ, പാലസ്തീൻ വിഷയത്തിൽ പ്രതിഷേധം നടത്തുന്ന ആളുകൾക്കെതിരായിക്കോട്ടെ, ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കെതിരെയുള്ള പോലീസ് അതിക്രമങ്ങളായിക്കോട്ടെ, പാവപ്പെട്ടവരുടെ മേലിൽ കുതിര കയറുന്ന നടപടികളായിക്കോട്ടെ, ഏതെടുത്ത് പരിശോധിച്ചാലും. കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു ചാനലിൽ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ പ്രശസ്തയായിട്ടുള്ള ഒരു ദളിത് ആദിവാസി ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞത് ഞാൻ വല്ലാത്ത സങ്കടത്തോടെയാണ് കേട്ടത്. കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് അവരെ പോലുള്ള ആക്ടിവിസ്റ്റുകൾക്ക് കേരളത്തിലെ ദളിത് ആദിവാസി സെറ്റിൽമെന്റുകളിൽ പോയി അവരുടെ പ്രവർത്തനങ്ങൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ പോലീസിന്റെ അനുമതിയില്ല. പോലീസ് അവിടെ നിന്നൊക്കെ ഇത്തരം സാമൂഹ്യ പ്രവർത്തകരെ ആട്ടിയോടിക്കുന്ന നിലപാടാണ് എടുക്കുന്നത്. പകരം അവിടെ സേവാഭാരതി പോലെയുള്ള സംഘടനകൾക്ക് നിർബാധം പ്രവർത്തനം നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും BJPക്ക് വേണ്ടിയിട്ട് വിടുപണി ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന്റെ ദൃഷ്ടാന്തമാണ് MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിലൂടെ നമ്മൾ കാണുന്നത്. ഇതിന് നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ തന്നെ MR അജിത് കുമാറിന്റെ അറിവോട് കൂടി തന്നെ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട 5ഓളം CIമാര് സസ്പെൻഷനിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒന്നും പേര് വെളിപ്പെടുത്താൻ നമുക്ക് പ്രയാസമുണ്ട്. അതിനപ്പുറത്തേക്ക് കടന്നാൽ പേരും വെളിപ്പെടുത്താൻ നമുക്ക് പേടിയുമില്ല. പക്ഷേ അത്തരം സാഹചര്യങ്ങൾ കേരളത്തിലെ പോലീസിനകത്ത് പോലും ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക്, ദളിത് ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യർക്ക്, സാധാരണക്കാരുടെ പ്രതിനിധികളായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക്, സത്യസന്ധമായിട്ട് നീതി നിർവഹണം നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് സമാധാനപൂർണമായിട്ട് ജോലി നിർവഹിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം സംജാതമായത് ഈ MR അജിത് കുമാറിനെ പോലുള്ള ആളുകളുടെ അതായത് സൂപ്പർ DGP ചമഞ്ഞുകൊണ്ടുള്ള ഭരണത്തിന് കീഴിലാണ്. അതിന് എല്ലാവിധ സൗകര്യം ചെയ്തുകൊണ്ട് കെട്ടഴിച്ചു വിടുന്ന നടപടിയാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ മുൻകാലങ്ങളിൽ എടുത്തിട്ടുള്ളത്. ഇനിയും അങ്ങോട്ട് തന്നെയാണ്. അദ്ദേഹം ഈ